ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക വാവ്. വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ സ്നിഗ്ധമായ ഓർമ്മകളിൽ വേദനിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ മനസ്സിൻ്റെ ആരോഗ്യം എന്നതാണ് നമ്മുടെ വിഷയം. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം. എങ്ങനെയാണ് മനസ്സിൻ്റെ ആരോഗ്യം പ്രകടമാവുക? നമ്മൾ സ്വസ്ഥമായും സമാധാനമായും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടെന്നർത്ഥം. ഇനി ചിലപ്പോഴെങ്കിലും നമ്മൾ മൂഡ് ഔട്ടായി പോകാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഉത്സാഹമൊന്നും നമ്മളിൽ നിന്നും വരുന്നില്ല. നമ്മുടെ പെരുമാറ്റങ്ങളൊന്നും എന്തൊക്കെയോ പോലെ നമുക്ക് തോന്നുന്നെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിന് എന്തോ വിഷമമുണ്ട്, നമ്മളെന്തോ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇന്ന് ഒരു കൊച്ചുകുട്ടി, ഒരു സ്റ്റുഡൻറ്റ്, പഠിക്കുന്നൊരു കുട്ടി മുതൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ വരെ എല്ലാവരും മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൻ്റെ സ്ട്രെസ്സ്, യുവാക്കൾക്ക് തൊഴിലില്ലായ്മയുടെ സ്ട്രെസ്സ്, കുടുംബജീവിതത്തിലായവർക്ക് അതിൻ്റേതായ ഒരുപാട് ഫാമിലിയിൽ ഇഷ്യൂസൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ അത് ചിലപ്പോഴെങ്കിലും നെഗറ്റീവായി അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുക എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. നമ്മുടെ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനെയും നമ്മുടെ ബന്ധങ്ങളെയും എല്ലാം ദോഷമായി ബാധിക്കും. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, നമുക്ക് എന്തോ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്, അത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ഒന്ന് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ പരിഹാരം കണ്ടെത്താനോ സജസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ പങ്കുവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാരം പകുതിയായി കുറഞ്ഞതായി നമുക്ക് തോന്നും. ഇനി വീണ്ടും അത് നമുക്ക് അത്രത്തോളം ഇതായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം, ഒരു പരിശീലകൻ്റെ സഹായം, പണ്ട് നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം എന്നൊക്കെ പറയുമ്പം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ നല്ലൊരു അഡ്വാൻസ്ഡ് ടേം ഉണ്ട്, കൗൺസിലിംഗ്, അല്ലേ? കൗൺസിലറുടെ അടുത്ത് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവും കഴിവുമുള്ള വ്യക്തിയുമായി സംസാരിച്ച് നമുക്ക് ആശ്വാസവും പരിഹാരവും കണ്ടെത്താനാവും. അങ്ങനെ മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് ഏറ്റവും ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.